സാധാരണ മനുഷ്യരുടെ ചോരയൊഴുക്കുന്ന, അവരുടെ കിടപ്പാടങ്ങൾ ഇല്ലാതാക്കുന്ന യുദ്ധങ്ങൾ, സംഘർഷങ്ങൾ എല്ലാ കാലത്തേക്കും തുലയട്ടെ. അതൊരു പൂർണ്ണ യുദ്ധമായിട്ടില്ലെങ്കിലും ഏതെങ്കിലും തരത്തിൽ ശാന്തിയുടെ സൂചനകളില്ലാതെ രക്തരൂക്ഷിതമായ ആകാശയുദ്ധം 8ാം നാളാണ്. അസത്യങ്ങൾ പറഞ്ഞും പാതിവന്ത സത്യങ്ങൾ പറഞ്ഞും ഹമാസ് വേട്ട എന്ന മറവിൽ പലസ്തീന്റെ ആകാശത്ത് കാർപ്പറ്റ് ബോംബിംഗ് നടത്തി ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ കൊന്നുകൂട്ടിയ മട്ടിൽ ഏകപക്ഷീയമല്ല ഇക്കുറി. എടുക്കുമ്പോൾ ഒന്ന്, തൊടുക്കുമ്പോൾ 10, കൊള്ളുമ്പോൾ ശതങ്ങൾ, സഹസ്രങ്ങൾ എന്ന് പണ്ട് ഗാന്ധീവ ശരമാരി പറയും മട്ടിലാണ്. ഒന്നിൽ നിന്ന് വേർപിരിഞ്ഞ് പലതായ ആയുധങ്ങൾ, പലത് പല ലക്ഷ്യങ്ങളിൽ ഒരേ സമയം. സിജ്ജിൽ മിസൈലുകൾ, ഡാൻസിംഗ് മിസൈൽ, ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗതയിൽ പായുന്ന ഹൈപ്പർസോണിക് മിസൈലുകൾ, ഇൻവിൻസിബിൾ ഇംപെനട്രേറ്റബിൾ ഷീൽഡ് എന്ന ഖ്യാതിയൊക്കെ നഷ്ടപ്പെട്ട നിൽപ്പാണ് വിഖ്യാതമായ എൻഡോം. ഇസ്രായേൽ ആകാശത്ത് മാത്രമല്ല തീമഴ പെയ്ത്ത്, ടെഹ്റാനിലും കൊടിയ നാശങ്ങൾ, ജീവനഷ്ടങ്ങൾ. ആ സൈനിക ശക്തികളുടെ മുഖാമുഖം നിൽക്കലിൽ അമേരിക്ക പങ്കാളിയാകുമെന്ന സൂചനകൾക്കിടെ വ്യവഹാരത്തിൽ പങ്കാളിയാകുന്നു റഷ്യയും ചൈനയും. ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ആലോചനയൊരു കുഞ്ഞുകളിയല്ലെന്നും അതൊരു നരകവാതിൽ തുറക്കലാണെന്നും ഓർമ്മയില്ലേ ചെർണോബിൽ എന്നും ചോദിക്കുന്നുണ്ട് റഷ്യ. സമാധാനം പറയുന്നുണ്ടെങ്കിലും ചൈന അപലപിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തെയാണ്. ആ മേഖലയിൽ ഇറാൻ ഇസ്രായേൽ ഫേസ് ഓഫിൽ വൻശക്തി രാജ്യങ്ങൾ സംഘർഷത്തിൽ പക്ഷം പിടിച്ച് ഗ്രൂപ്പിംഗ് തുടങ്ങിയെങ്കിൽ കാത്തിരിക്കേണ്ടത് സമാധാനമാണോ സർവ്വസംഹാരമാണോ?